ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് മാധുരി. ഞാൻ ഈ ചെടികൾക്കൊക്കെ പൂവ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതിൻ്റെ സീക്രട്ട് എന്താണെന്ന് പറയാം. നല്ലപോലെ പൂക്കളുണ്ടാകാൻ ഉള്ളിത്തൊലി ഭയങ്കര ഉപയോഗപ്രദമാണ്. ഉള്ളിത്തോല് ഒരു നല്ല ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. ഇതിൽ പൊട്ടാസ്യം കണ്ടൻറ്റ്, കാൽസ്യം, മഗ്നീഷ്യം, അയൺ എന്നിവ നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഉള്ളിത്തോൽ കമ്പോസ്റ്റ് ബിന്നിൽ ആരും ഇടാറില്ല. കാരണം അതിൽ വേംസും മൈക്രോ ഓർഗാനിസവും വളർന്നു വരാറില്ല. അതാണ് കാരണം. ഉള്ളിത്തോൽ ഡയറക്റ്റായി ചിലർ ചെടിയുടെ ചുവട്ടിൽ നേരിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അത് വളരെ തെറ്റാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഉള്ളിത്തോൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അവിടെ കിടന്ന് അഴുകാനും അത് ചെടിയെ നശിപ്പിക്കാനും അത് ചെടിക്ക് കേടുണ്ടാക്കാനും സാധ്യതയുള്ളതിനാൽ 3 തരത്തിൽ നമുക്ക് ഉള്ളിത്തൊലി ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് മെത്തേഡെന്ന് പറഞ്ഞാൽ ഉള്ളിത്തൊലി നല്ലപോലെ ഉണക്കി പൊടിച്ച് ചെടിയുടെ ചുവട്ടിൽ നല്ല മണ്ണിളക്കി ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. അത് ഏറ്റവും ഫലപ്രദമായിട്ട് തോന്നാറുണ്ട് എനിക്ക്. രണ്ടാമത്തെ മെത്തേഡെന്ന് പറഞ്ഞാൽ ഉള്ളിത്തോല് ഒരു ഏകദേശം നല്ല 2 പിടി ഉള്ളിത്തോലെടുത്ത് നികക്ക വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പിന്നെ അരമണിക്കൂർ കൊച്ചു തീയിലിട്ട്, എന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ തീയിൽ ചെറുതാക്കി ഇട്ട് തിളപ്പിച്ച് അരിച്ചെടുത്ത് 5 ഇരട്ടി വെള്ളം ചേർത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. അതും ഭയങ്കര ഉപയോഗപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. മൂന്നാമത്തെ മെത്തേഡെന്ന് പറഞ്ഞാൽ ഫെർമെൻറ്റേഷനാണ്. ഉള്ളിത്തൊലി ഒരു ബോട്ടിലിട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ഓക്സിജൻ കയറുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ 2 ആഴ്ച വീണ്ടും ഒന്ന് ഇട്ട് ഇളക്കി കൊടുത്ത് 3 ആഴ്ച എടുത്ത് മാക്സിമം ഒരു 8 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്ലാസ് ഉള്ളിത്തൊലിയുടെ ജ്യൂസ് ഉണ്ടെങ്കിൽ അതിട്ട് ഇളക്കി നമുക്ക് ചേർക്കാവുന്നതാണ്. എന്തായാലും നല്ല പോലെ പൂ പിടിച്ച് കിട്ടുന്നതിനും ചെടിയുടെ ഹെൽത്തിനും ഏറ്റവും ഉപയോഗപ്രദമാണ് ഉള്ളിത്തൊലി എന്ന് പറഞ്ഞാൽ. എനിക്കത് ഒരുപാട് ഉപയോഗമായിട്ട് തോന്നിയിട്ടുണ്ട്. ചെടിയുടെയൊക്കെ ഗ്രോത്ത് കാണണം, ഭയങ്കര ഇതാണ്. കണ്ടോ, ഓരോ സ്റ്റെമ്മിലേക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. പൂക്കൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ ഉള്ളിത്തൊലി വെച്ച് നിരവധി ഉപയോഗങ്ങൾ. അത് നമ്മൾ വളങ്ങളൊന്നും മേടിക്കാനോ രാസവളത്തിനോ വേണ്ടി കടയിലേക്ക് ഓടേണ്ടതില്ല. നമ്മുടെ വീട്ടിൽ എടുക്കുന്ന ഉള്ളിത്തൊലി ധാരാളമാകും. ഞാൻ ഇട്ട് കൊടുക്കുന്ന ഉള്ളിത്തൊലി ചാണകപ്പൊടിയും മാത്രമേ, അല്ലാതെ പുറമേ നിന്ന് വളങ്ങളൊന്നും വാങ്ങി ഇടാറില്ല. എനിക്കത് ഉപയോഗമായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.